السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام عليك يا سيدي يا رسول الله خذ بأيدينا قلت حيلتنا أدركنا يا رسول الله حتى غادت ملة الإسلام وهي بهم من بعد غربتها موصولة الرحيم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറ്റവും സ്നേഹം നിറഞ്ഞ ഖസീദത്തുൽ ബുർദ ആശയ വിശദീകരണ ക്ലാസ്സിലെ സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട പണ്ഡിത മഹത്തുക്കളെ, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഖസീദത്തുൽ ബുർദയുടെ 127ാമത്തെ ക്ലാസ്സാണ് ഇത്. 125ാമത്തെ വരിയാണ് ഞാൻ ചൊല്ലിവെച്ചത്. അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇൻഷാ അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബുർദയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സഹാബത്തിന്റെയും ജീവിത ചരിത്രത്തെ കുറിച്ചാണല്ലോ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടുവരുന്നത്. ചർച്ച ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും അധർമ്മത്തെയും അനീതിയെയും മുഴുവനും ലോകത്തുനിന്ന് ഇല്ലായ്മ ചെയ്തുകൊണ്ട് രണാങ്കണത്തിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ പുറപ്പെടുമ്പോൾ അവസാനം എന്താണ് അവസാനം? അതിലേക്കാണ്, ആ ഒരു വരിയിലേക്കാണ്. അതാണ് ഈ വരിയിൽ ഇമാം ബൂസൂരി തങ്ങൾ നമ്മളോട് പറയുന്നത്. അങ്ങനെ ഗദത്തുൽ ഇസ്ലാമിക പ്രസ്ഥാനം ആയിത്തീർന്നു. വഹിയ, അത് ഇസ്ലാമിക പ്രസ്ഥാനം ബിഹിം, സഹാബത്തിന്റെ കരങ്ങളിലാണ്. സഹാബത്തിന്റെ സംരക്ഷണത്തിനായിരിക്കെ ഈ ഇസ്ലാമിക പ്രസ്ഥാനം, അതിൽ നിന്ന് ആ ഇസ്ലാമിക പ്രസ്ഥാനമായി തീർന്നു. എന്തായിത്തീർന്നു? മൗസൂലത്തുർ റഹിമി, കുടുംബബന്ധം ചേർക്കപ്പെട്ടതായി തീർന്നു. എപ്പോൾ? മിംബഅദി ഗുർബത്തിഹാ, ഈ വിശുദ്ധമായ ഇസ്ലാം പ്രസ്ഥാനം അന്യം നിന്ന് പോയതിന് ശേഷം സംരക്ഷിക്കാനും ചോദിക്കാനും ആളില്ലാത്ത ഒന്നായിരുന്നു വിശുദ്ധമായ ഇസ്ലാം. മുമ്പത്തെ കാലത്ത് ആ ഒരു അവസ്ഥക്ക് ശേഷം ചോദിക്കാനും പറയാനും സംരക്ഷിക്കാനും ഒക്കെ കുടുംബബന്ധം ചേർത്ത് നല്ല ഒരു പ്രസ്ഥാനമായി വിശുദ്ധ ഇസ്ലാം ആയിത്തീർന്നു. സഹാബത്തിന്റെ കരങ്ങളിൽ ആയിരുന്നപ്പോൾ ഇസ്ലാം നല്ല സമ്പൂർണമായിരുന്നു. അതിനൊരു കളങ്കമില്ലായിരുന്നു. ഇസ്ലാം സമ്പൂർണ്ണ സവിശേഷതയുള്ള ഇസ്ലാം മതമായിരുന്നു. ഇപ്പോൾ ടോട്ടൽ അർത്ഥം എന്തായി? അത്താവാദത്ത് മില്ലത്തുൽ ഇസ്ലാമി വഹിയ ബിഹിം മിൻ ബഅദി ഗുർബത്തിഹാ മൗസൂലത്തുർ റഹീമി. അതിനെ വിശുദ്ധമായ ഇസ്ലാമിക പ്രസ്ഥാനം അന്യം നിന്ന് പോയതിന് ശേഷം സഹാബത്തിന്റെ സവിധത്തിലായിരുന്നപ്പോൾ എന്തായിത്തീർന്നു? കുടുംബബന്ധം ചേർക്കപ്പെട്ടതായിത്തീർന്നു. എന്ന് പറഞ്ഞാൽ പരസ്പരം നല്ല ബന്ധത്തിൽ കഴിയുന്ന കുടുംബക്കാരാകുമ്പോൾ ഉത്തരവാദിത്തം, സംരക്ഷണം ഉണ്ടാകും, അല്ലെ? ചോദിക്കാനും പറയാനും ആളുണ്ടാകും. ഇസ്ലാമിന്റെ ആദ്യകാലത്ത് ആരും ചോദിക്കാൻ ആളില്ലായിരുന്നു. ആ ഒരു സ്ഥിതി വിശേഷണത്തിൽ നിന്ന് മാറി ചോദിക്കാനും പറയാനും ആള് ഉണ്ടായി. ആർക്ക്? പരിശുദ്ധമായ ഇസ്ലാമിന്. ഒരുപാട് കുടുംബക്കാരും സ്വന്തക്കാരുമുള്ള ആളുകളായി അത് വിശുദ്ധമായ ഇസ്ലാം
എന്നായി ഇതിന്റെ മൊത്തം സാരം കേട്ടോ. ഇസ്ലാമിക പ്രസ്ഥാനം ഒരു കാലത്ത് ഒരു കുടുംബക്കാരും നാട്ടുകാരും ഇല്ലാതെ ഒരു പരദേശിയായിരുന്നു. ഒരു കാലത്ത് വിദേശി, ഇപ്പൊ വിദേശിയുടെ അവസ്ഥ നമുക്കറിയാലോ. വിദേശി ആയിരുന്നാൽ എങ്ങനെയാ? ആരും ഉണ്ടാവില്ല, അവരുടെ രോദനങ്ങൾ കേൾക്കാൻ ആരും ഉണ്ടാകൂല. അപ്പോൾ ഇസ്ലാം പരദേശിയായിരുന്നുവെങ്കിൽ അത് ഈ സഹാബത്തിനൊപ്പം, ഇസ്ലാം പരിശുദ്ധമായ സഹാബത്തിന്റെ ഒപ്പം നല്ലതുപോലെ കുടുംബബന്ധം ചേർക്കപ്പെട്ടതായി തീർന്നു എന്നാണ് ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ നമ്മളോട് പറഞ്ഞു തരുന്നത്. ഈ ബൈത്തിന്റെ മൊത്ത സാരം ഞാനിപ്പോ പറഞ്ഞത് കേട്ടോ. അപ്പോൾ സഹാബത്തും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും യുദ്ധരണാങ്കണത്തിലേക്ക് ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ അവരുടെ വീരശൂര പരാക്രമങ്ങൾ കൊണ്ട്, യുദ്ധത്തിലുള്ള അവരുടെ തന്ത്രപരമായ നീക്കങ്ങൾ കൊണ്ട് ശത്രുക്കളെ പരാജയപ്പെടുത്തുകയും അത് കാരണം വിശുദ്ധമായ ഇസ്ലാമിന്റെ ഇസ്ലാമിന് നല്ല ഇസ്സത്ത് ലഭിച്ചിട്ടുമുണ്ട്. ഇവിടെ ഒരു കാര്യം നമ്മളർക്ക്, ഇവിടെ ഈ ഒരു വരിയിൽ ഇമാം ബൂസൂരി തങ്ങൾ പറഞ്ഞ ഒരു വിഷയം കുടുംബബന്ധമാണല്ലോ ചേർക്കപ്പെട്ടത്. കുടുംബബന്ധം ചേർക്കപ്പെട്ടെന്നല്ല പറഞ്ഞത്. വിശുദ്ധമായ ഇസ്ലാം എന്ന് ഈ കുടുംബബന്ധം ചേർക്കുക എന്നത് ഏറ്റവും അധികം പ്രാധാന്യം നൽകുകയും വളരെയധികം പ്രോത്സാഹിപ്പിക്കുകയും ഇസ്ലാം ചെയ്തിട്ടുണ്ട്. അത് ഗൗരവത്തിൽ എടുക്കുകയും ചെയ്ത മതമാണ് ഇസ്ലാം. അത് ഗൗരവത്തിലെടുത്ത് അത് നിങ്ങൾ മുമ്പോട്ട് നയിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്ത മതമാണ് ഇസ്ലാം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, അർശിനോട് ബന്ധിക്കപ്പെട്ടതാണ് കുടുംബബന്ധം. അർശിനോട് ബന്ധിക്കപ്പെട്ടതാണെന്ന്, അർശുമായി ബന്ധിക്കപ്പെട്ട കുടുംബബന്ധം, അത് ആ കുടുംബബന്ധം അർശിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പറയുമത്രേ. മുത്തുനബി പറയുകയാണ്, മുഅ്മിനീങ്ങളെ, മൻ വസലനി വസലല്ലാഹ്, ആരെങ്കിലും കുടുംബബന്ധം ചേർത്താൽ അല്ലാഹു അവനെ ചേർക്കട്ടെ. വമൻ ഖതഅനി ഖതഅഹുല്ലാഹ്, ആരെങ്കിലും കുടുംബബന്ധം മുറിച്ചാൽ അല്ലാഹു അവനെ മുറിക്കട്ടെ. എന്ന് കുടുംബബന്ധം ഇങ്ങനെ അർശിൽ നിന്ന് വിളിച്ചു പറയൂ എന്ന് പറയുന്നത് ആരാ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഓർക്കണം കേട്ടോ, കുടുംബബന്ധം അർശിൽ നിന്ന് വിളിച്ചു പറയുന്ന രംഗായിപ്പായിരുന്നു മുത്തുനബി തങ്ങൾ പറയുന്നത്. അപ്പൊ കുടുംബബന്ധം ചേർക്കണം നമ്മൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് അവൻ വിദൂരമായി തീരും. അള്ളാന്റെ കാരുണ്യം അവനക്കുണ്ടാകൂല. ആഖിറത്തിൽ നമ്മൾ ഓർക്കണം, ദുനിയാവിൽ സംസാരിക്കാത്ത പലതും ആഖിറത്തിൽ സംസാരിക്കും. നമ്മളുടെ അമലുകൾ സംസാരിക്കും, നോമ്പ് സംസാരിക്കും, നിസ്കാരം സംസാരിക്കും, നമ്മളുടെ ഇബാദത്തുകൾ സംസാരിക്കും. നമ്മളെ ഓരോ നന്മകൾ ചെയ്തു, ആ നന്മകളൊക്കെ ആഖിറത്തിൽ സംസാരിക്കും. സൂറത്ത് യാസീനിൽ നിങ്ങൾ കണ്ടില്ലേ, യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. മനുഷ്യന്റെ വായിന് സീൽ വെച്ചുപോയി, കൈകൾ സംസാരിക്കാൻ തുടങ്ങി, കാലുകൾ സാക്ഷി നിൽക്കാൻ തുടങ്ങി. അവൻ പ്രവർത്തിച്ച മുഴുവൻ പ്രവർത്തനങ്ങളെ കൊണ്ടും നമ്മുടെ കാലുകളും കൈകളും സംസാരിക്കും. അതുപോലെ മറ്റൊരു ഹദീസിൽ കാണാം, അനർ-റഹ്മാൻ, അള്ളാഹു പറഞ്ഞായിട്ട് ഖുദ്സിയായ ഹദീസിൽ ഞാൻ റഹ്മാൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാമല്ലോ. ഖലഖതുർ റഹിം, കുടുംബബന്ധം ഞാൻ പഠിച്ചതാണ്, ഞാനാണ് കുടുംബബന്ധം പഠിച്ചത് മാത്രമല്ല, വശഫഖതു ലഹാ ഇസ്മൻ ബിഇസ്മി, റഹ്മാൻ എന്ന ഇസ്മിൽ നിന്നാണ് റഹീം എന്ന കുടുംബബന്ധത്തിന്റെ പേര് ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അത്രയും ബന്ധമാണ് റഹീമിന്, അത്രയും ബന്ധമാണ് റഹ്മാനും റഹീമും തമ്മിൽ. അതുകൊണ്ട് ആരെങ്കിലും അതിനെ ചേർത്താൽ അവനെ ഞാൻ ചേർക്കും, ആരെങ്കിലും അതിനെ മുറിച്ചാൽ അവനുമായിട്ടുള്ള ബന്ധം ഞാനും മുറിക്കുമെന്ന് കുടുംബബന്ധം അവിടെ വെച്ചുകൊണ്ട് പറയും. അള്ളാഹു പറഞ്ഞ രംഗമാണ്. അള്ളാഹുവിന്റെ റഹ്മത്ത് അവനിക്ക് ലഭിക്കൂല. മറ്റൊരു ഹദീസിൽ കാണാം, നമ്മുടെ ഹദീസ് ക്ലാസ് ഇതിനെ കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും ഇങ്ങോട്ട് നന്മ ചെയ്താൽ നമുക്ക് അങ്ങോട്ട് നന്മ ചെയ്യാം, ഇങ്ങോട്ട് തിന്മ ചെയ്താൽ അങ്ങോട്ടേക്ക് തിന്മ ചെയ്യാം. അങ്ങനെ ആയിക്കോളാം നമ്മുടെ സ്വഭാവം.
നമ്മൾ നമ്മുടെ ശരീരത്തിനെ പാകപ്പെടുത്തണം. ആരെങ്കിലും ഇങ്ങോട്ട് ഉപദ്രവിച്ചാൽ നമ്മൾ അങ്ങോട്ട് ഉപദ്രവിക്കരുത്. ആരും ഇങ്ങോട്ട് നന്മ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് നന്മ ചെയ്യണം. ജനങ്ങൾ നന്മ ചെയ്യുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് നന്മ ചെയ്യുക. ജനങ്ങൾ തിന്മ ചെയ്താൽ നിങ്ങൾ അങ്ങോട്ട് തിന്മ ചെയ്യരുത്. ഇതാണ് ഒരു മുസ്ലിം, ഒരു മുഅ്മിനിന്റെ യഥാർത്ഥ സ്വഭാവം ഉണ്ടായിരിക്കേണ്ടത്. ഒരു ചെറിയ ഒരു കഥ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബാക്കളും മദീന മസ്ജിദിൽ പള്ളിയിൽ ഇരിക്കുമ്പോൾ ഒരുപാട് സ്വഹാബാക്കൾ കൂടിയിരിക്കുന്ന സദസ്സാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സദസ്സെന്ന് ചോദിക്കുന്നു, ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ കുടുംബബന്ധം മുറിച്ചവരുണ്ടോ? അവർ ഈ സദസ്സിൽ ഇരിക്കരുത്. കുടുംബബന്ധം മുറിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കുകയില്ല. അതുകൊണ്ട് കുടുംബബന്ധം മുറിച്ചവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ ഒരു സഹാബത്തി എണിച്ച് നിന്നുകൊണ്ടതാ അധികം എണീച്ചു പോയി. തന്റെ ഇളയമയുമായി ചില പിണക്കങ്ങൾ ഉണ്ടായിരുന്നു. ആ പിണക്കം തീർത്ത് ആ സ്വഹാബി തിരിച്ചു വന്നു. മുത്തുനബി തങ്ങൾ പറഞ്ഞു, കുടുംബബന്ധം മുറിച്ചിട്ടാണോ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങൂല മക്കളെ. അതുകൊണ്ട് നിങ്ങൾ ആയുസ് ദീർഘിക്കാനും ഭക്ഷണ വിശാലതക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടുവെങ്കിൽ ഫല്യസിൽ റഹിമ, കുടുംബബന്ധം ചേർത്തു എന്ന് മുത്തുനബി തങ്ങൾ സയ്യിദുൽ വജൂദ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എല്ലാ കുടുംബക്കാരോടും നല്ല നിലയിൽ പെരുമാറാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇലാ ഹദ്റത്തിൻ നബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ഹദ്റത്തി അഹ്ലിൽ ഖൈരി കുല്ലിഹിം അജ്മഈൻ. അൽ ഫാത്തിഹ.